എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് കുഞ്ഞു വീഡിയോ ആണ്, ഒരുപാടൊന്നുമില്ല. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കയറി ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ഇടാനായിട്ട് തോന്നാറുള്ളത്. രാവിലെ ഇതാ ഞാൻ പൂരിയാണ് ഉണ്ടാക്കുന്നത്. മൈദ മാവിൽ നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് ഇതുപോലെ പൂരി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള പൂരി കിട്ടും നമുക്ക്. സാധാരണ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളമില്ല, എന്നാലും അത്യാവശ്യം ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന സമയത്ത് മാവിലേക്ക് 2 കപ്പ് മൈദമാവാണെങ്കിൽ ഒരു 1/4 കപ്പ് അരിപ്പൊടി മതി കേട്ടോ. അത് വറുത്തതാണെങ്കിലും വറുക്കാത്തായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് കുഴച്ചെടുത്തിട്ട് പൂരി നമ്മൾ പലകമേൽ പരത്തിയിട്ട് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ വലിയ പൂരിയാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇന്നിപ്പോൾ പൂരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ രാത്രിക്കത്തെ. അപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നിപ്പോൾ രാവിലെ തന്നെ ഞാൻ ചോറ് ഗ്യാസുമ്മേ തന്നെ പെട്ടെന്ന് തന്നെ വെച്ചെടുത്തിട്ടുണ്ട്. കറി പിന്നെ ഇന്നലത്തെ മോര് കറി ഉണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന വലിയ പൂരി ഇത് അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും തന്നെ മതി നമുക്ക് തിന്നാനായിട്ട്, വയറ് നിറയും കേട്ടോ. ഇനിയിപ്പോൾ തീ കത്തിക്കുന്ന ചടങ്ങാണ്. തീയൊക്കെ നന്നായിട്ടൊന്ന് കത്തിച്ചെടുക്കട്ടെ. മൺകലം വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൾ, അപ്പോൾ അതൊന്ന് മയക്കിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ സെൽമ പറഞ്ഞു കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് മയക്കിയെടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ്. ഞാൻ സാധാരണ ഇങ്ങനെ ഒരുപാടായിട്ടോ മൺകലം ഇങ്ങനെ മയക്കിയെടുത്തിട്ട്. ചില സമയത്ത് ഞാൻ താള് മുറിച്ചിട്ടിട്ട് അങ്ങനെ മയക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം നല്ല കട്ടിക്കുള്ള കഞ്ഞിവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 3-4 മണിക്കൂർ അങ്ങനെ അടുപ്പത്ത് കിടന്ന് അങ്ങനെ തിളച്ചോളും. അപ്പോൾ ചോറ് നേരത്തെ തന്നെ ആക്കിയത് കാരണം ഇന്നിപ്പോൾ കറി മാത്രമേ വെക്കാനുള്ളൂ. കറി നമ്മൾ ഇന്നലത്തെ മോര് കറിയാണ്. പിന്നെ മീൻ കൊണ്ടുവന്നപ്പോൾ അതൊന്ന് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് മീൻ. ബാക്കി നമ്മൾ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സിൽക്ക് കോര എന്ന് പറയുന്ന ആ ഒരു മീനാണ് കേട്ടോ. അപ്പോൾ ഇത് 2-3 മണിക്കൂർ ഇത് ഇങ്ങനെ തന്നെ ഞാൻ അടുപ്പത്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത്തൊന്നും എടുക്കാനായിട്ട് നേരമില്ല. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഉച്ചയായപ്പോഴേക്കും വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് അമ്പലവയൽ നമ്മുടെ പൂപ്പലി കാണാൻ വേണ്ടി പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മുടെ പൂപ്പലീൻ്റെ കുറച്ച് വിശേഷങ്ങളും നമ്മുടെ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ഇതിങ്ങനെ തിളച്ച് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരം ഇറക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ മീൻ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം കേട്ടോ.